ഭാരതീയ ന്യായ സംഹിത പ്രകാരം സാമുദായിക ഐക്യം നിലനിർത്തുന്നതിന് വിരുദ്ധമായ പ്രവൃത്തികൾ, ഐക്യത്തിന് കോട്ടം വരുത്തുന്ന പ്രസ്താവനകൾ, പരമാധികാരത്തെ അപകടപ്പെടുത്തുന്ന പ്രവൃത്തികൾ, സ്ത്രീകളെ അപമാനിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വാക്കുകൾ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പ്രൊഫസർക്കെതിരെ കേസെടുത്തത്. ഏപ്രിൽ 22-ന് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സൈന്യം പാകിസ്ഥാന് തിരിച്ചടി നൽകിയത്. 2 ദിവസം തുടർച്ചയായി നിന്ന ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഒരു ഘട്ടത്തിൽ യുദ്ധത്തിലേക്കാണോ പോകുന്നതെന്ന ആശങ്കയും നമ്മിൽ ഉണ്ടാക്കാതിരുന്നില്ല. ആ ആശങ്കയെ തന്നെയായിരുന്നു അലിഖാനും തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചത്. പാകിസ്ഥാന്റെ ഭീകരപ്രവർത്തനത്തെ വിമർശിച്ചുകൊണ്ടും ഇന്ത്യയുടെ സൈനിക നടപടിയെ പിന്തുണച്ചുകൊണ്ടുമുള്ള അലിഖാന്റെ ആ കുറിപ്പ് ഇങ്ങനെയാണ്: ഭീകരരെ പിന്തുണയ്ക്കുന്ന ഏത് രാജ്യത്തിനും മറുപടി കിട്ടുക തന്നെ ചെയ്യും. അതുതന്നെയാണ് ഇന്ത്യയും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ചെയ്തത്. എന്നാൽ ഇരുഭാഗത്തുമുള്ള പൗരരുടെ ജീവൻ ഇതിലൂടെ ദുരന്തപൂർണമാകുന്നു. അതുകൊണ്ടാണ് യുദ്ധം ഒഴിവാക്കണമെന്ന് പറയുന്നത്. യുദ്ധത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്നവരാരും തന്നെ യുദ്ധബാധിത പ്രദേശം സന്ദർശിക്കുകയോ അവിടെ ജീവിക്കുകയോ ചെയ്തിട്ടുണ്ടാവില്ല. ഒരു സിവിൽ മോക്ഡ്രിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് ആരും ഇവിടെ സൈനികനായി മാറുന്നുമില്ല. സംഘർഷത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ വേദന ഈ പറയുന്നവർക്കാർക്കും തിരിച്ചറിയാൻ സാധിക്കുകയുമില്ല. യുദ്ധം ക്രൂരമാണ്. യുദ്ധം എപ്പോഴും നേട്ടമുണ്ടാക്കുന്നത് രാഷ്ട്രീയക്കാർക്കും ഡിഫൻസ് കമ്പനികൾക്കുമാണ്. കാരണം യുദ്ധം ഒഴിവാക്കാനാകാത്തതാവുന്നത് രാഷ്ട്രീയത്തിന്റെ വേരുകൾ ആഴ്ന്നു കിടക്കുന്നത് ഹിംസയിലാണ് എന്നതുകൊണ്ടാണ്.